ഒന്നും മലം കയറി കഴിഞ്ഞാൽ അവൻ്റെ അവിടേക്ക് എത്തും. കുഞ്ഞുകുഞ്ഞാ ചെറിയ ഇതേ നിറച്ച് തവളകള്. ആ പരിപാടികളൊന്നും ഇവിടെ പറ്റില്ല. നമ്മള് നേരം വെളുത്ത് എഴുന്നേറ്റു. ഞാൻ ഈ വണ്ടിയിലാണ് കിടന്നുറങ്ങിയ. രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു കേട്ടോ. അടിപൊളി. കുറേ പേര് ടെൻറ്റിൽ കിടന്നുറങ്ങി. അവിടെ ടെൻറ്റിൽ കിടന്നുറങ്ങി. അവർ എഴുന്നേറ്റിട്ടില്ല. അവർത്തം പോയി അവിടെ എഴുന്നേൽപ്പിക്കാൻ നിൽക്കുന്നുണ്ട്. അത് നോക്കാം. അവിടെ ടെൻറ്റിൽ കെട്ടി പിടിച്ച് കിടന്നുറങ്ങാം കേട്ടോ. ബ്ലാങ്കറ്റ് കയറ്റി. എന്താ ഇവിടെ ആ പരിപാടികളൊന്നും ഇവിടെ പറ്റില്ല. ആ പരിപാടികളൊന്നും ഇവിടെ പറ്റില്ല. അയ്യോ, ആ പരിപാടികളൊന്നും ഇവിടെ പറ്റില്ല. എഴുന്നേക്കടാ എഴുന്നേക്കടാ എഴുന്നേക്കടാ. എന്താ കാരണം? എന്താ? ഞാൻ ചോദിച്ചത് നിന്നെ കണ്ട് പേടിച്ചിട്ടാന്ന്. എവിടാണ്? എഴുന്നേറ്റ് വരൂ, എഴുന്നേറ്റ് വരൂ. വീണ്ടും പൊതച്ചാ? എന്നിട്ട് വേടാ. അതല്ല, ഇവൻ വന്ന് എന്നെ വിളിപ്പിച്ചോടാ. ഇവനല്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യണ ആളത്. നീ അവനെ ചവിട്ടി പുറത്താക്കടാ. ഒരാള് കണി 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 കാണും കമ്മല്ല നീ ത്രിന്റെ ആ പാട്ട് കേട്ടോ നിങ്ങള്? അതെ, ഇവിടെ തുറന്നു വരൂ. ആണ്ട ആ വരൂ വരൂ വരൂ. ഇവനും സുഖമായിട്ട് കിടന്നുറങ്ങിയെന്നുണ്ട്. ഇതിനുള്ളിൽ എനിക്ക് തണുപ്പുണ്ടായിരുന്നു പറ. ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. ഞാൻ തണുത്ത് കറച്ചതിൻ്റെ ഉള്ളിൽ. അപ്പൊ ഇതാണ് സ്ഥലം. മലനിരകളിൽ ടെൻ്റൊക്കെ അടിച്ച് ആഹാ അടിപൊളി. മോർണിംഗ് കാണാൻ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അല്ലേ? രാവിലെ നോക്കി അടിപൊളി. ആരുടെ? ആ, അത് ഭയങ്കര ചാർജ് ഉണ്ടത്. ഇവിടെ ഒരു ടെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഈ ടെന്റിൽ കയറി കിടന്നില്ല. ഞാനും അവനും അവൻ അവൻ്റെ വണ്ടിയിൽ കിടന്നു, ഞാൻ ഈ വണ്ടിയിൽ കിടന്നു. പിന്നെ അപ്പുറത്ത് കുറേ പേര് ടെൻ്റ് അടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ഈ ഭാഗത്തേക്ക് ആരും വരില്ല എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ ഈ നോക്കി ഇഷ്ടം പറക്കുന്ന ആൾക്കാർ. ഇവിടെ ഒരു 5-6 ടെൻറ്റ്. അതുപോലെ തന്നെ അപ്പുറത്ത് നോക്കിയേ സ്കൂൾ വിട്ടമാതിരി ടെൻ്റ് അടിച്ചിരിക്കണ പിള്ളേരുകൾ. അപ്പം അങ്ങനെ അവിടുത്തെ എന്തായാലും അടിപൊളി സ്ഥലം. നീ എഴുന്നേക്കാൻ ഉദ്ദേശിക്കണില്ലേ? ചവിട്ടാൻ? മമ്മി ഭൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് കോഫി. ഐഷ എഴുന്നേക്കടാ. എഴുന്നേറ്റുന്നാ? പക്ഷെ എന്താടാ നീയല്ല, നീ പാതിരാത്രി ഒന്നെ വിളിക്കണ്ടായിരുന്നല്ലോ. ഇതിൽ ക്യാമറ ഇല്ല. എടാ നീ പാതിരാത്രി എന്നെ വന്ന് വിളിക്കണ്ടായിരുന്നല്ലോ. നീയാണോ എന്നെ വന്ന് വിളിച്ചേ? ആരാ വിളിച്ചേ? നീയാണോ എന്നെ വന്ന് വിളിച്ചേ? എന്തിനാടാ 3 മണിക്ക് വന്നിട്ട് എന്നെ വിളിക്കണത്? അതെ, എനിക്കതെ. അയ്യോ, വണ്ടിയില് കാറിൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല തണുപ്പായിരുന്നു. ഓ, തണുത്തിട്ട് അമർ മിസ്സിങ് ആട്ടാ. അമർ മിസ്സിങ്ങാ. അല്ല എവിടെയാ? ആ, വീണ്ടും തീയും പുകയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മള്. കത്തണില്ലേ? കത്തുണ്ട്. ഇത് കത്തിക്കടാ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുള്ളോ. ഞാൻ കത്തിക്കേ. തണുപ്പേ. അപ്പം നമ്മൾ വാതിലേക്ക് ഇറങ്ങിയിട്ടാ. കാരണം ഇന്നലെ അത് ദൂരെ നിന്ന് കാണല്ലേ ചെയ്തത്. ഞാൻ താഴത്തേക്ക് കൊണ്ട് ഇറങ്ങി.
കാരണം വെള്ളമൊന്നുമില്ല. അത് കാരണം നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാം. കണ്ടോ, ചുറ്റിനും മലകളും, വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ വാതിയിൽ വെള്ളം പോകുന്നുണ്ടെങ്കിലോ അടിപൊളിയായി കേട്ടോ. ചെറുതായിട്ടായാലും വെള്ളം ഇതിൽ ഒഴുകുന്നുണ്ടെങ്കിൽ അടിപൊളിയായി തന്നെ. പക്ഷെ വെള്ളമില്ല, അത് കാരണം ഒരു പോരായ്മ. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ടെൻ്റ് അടിച്ചാണ് ഈ മലയുടെ അപ്പുറത്ത്. ഞാനിപ്പോൾ അങ്ങനെ ചാടി ഇറങ്ങിയെന്ന് മാത്രം. എന്ത് രസം നോക്കിയേ. അതിൻ്റെ അപ്പുറത്താണ്, ആ ചെടിയുടെ അപ്പുറത്താണ് നമ്മൾ ടെൻ്റ് അടിച്ചാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്നത് മാത്രം. അവിടെ നിന്ന് അറ്റത്തൊക്കെ ഉണ്ട്. 2 മഴ പെയ്തെങ്കിൽ വെള്ളമൊക്കെ നിന്നേനെ. പക്ഷെ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. നമ്മൾ വന്ന വഴി ഇതുപോലേക്ക് കല്ലും കട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഈ 2-3 മഴ പെയ്ത ഈ വാതി നിറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതി നിറയും. പക്ഷെ എന്നൊരു സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇവിടേക്കുള്ള എൻട്രി അവർ സ്റ്റോപ്പ് ചെയ്യും. അതാണ് പ്രശ്നം. നമുക്ക് അലൗഡല്ല ഇവിടേക്ക് കിടക്കാനൊക്കെ ആയിട്ട്. കാരണം കുറേ റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് കയറി വരാണെങ്കിൽ ഓക്കെ. കാരണം ഈ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെയുള്ള കാരണം ഈ മലകളൊക്കെ ഉണ്ടല്ലോ, മലകളൊക്കെ ഇടിഞ്ഞു വീഴാൻ പല ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാരണം ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇവിടേക്കുള്ള വഴികളൊക്കെ തന്നെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ് തന്നെ മഴ പെയ്ത ആ ഒരു ഭാഗത്തേക്ക് സമയത്ത് തന്നെ വരാണെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. എന്തായാലും അടിപൊളി സ്ഥലം, അടിപൊളി. ഈ മേഘം കാണാൻ തന്നെ എന്ത് രസമാണ്, അടിപൊളി. ഇവിടെയൊക്കെ എന്താ കല്ല് വെച്ച് കെട്ടി അടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയോളൂ. ഇവിടെ നോക്കി വാതിയിൽ വെള്ളമില്ലാന്ന് പറഞ്ഞിട്ട് വെള്ളം കണ്ടെത്തി. വെള്ളം തവളൊക്കെ ചാടി പോണു കേട്ടോ. ഓ, ഇത് അടിപൊളിയായില്ലോ. ചെറിയ നിറച്ച് തവളകള്, തവളക്കുളം പോണു. തവളക്കുഞ്ഞൻ, നിറച്ച് തവളകൾ ഈ കുളത്തിൽ. കുളം എന്ന് പറയാനില്ല, ചെറിയ വെള്ളം. അപ്പം നമ്മളങ്ങനെ തവളക്കുളമൊക്കെ കണ്ട് നടക്കണം കേട്ടോ. നമ്മൾ തിരിച്ചങ്ങോട്ട് പോകാൻ വരെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കത് പോയിട്ട് ആയോ ഇല്ലയെന്ന് നോക്കാം, പിന്നെ കഴിക്കാം. നല്ല വിശപ്പ്. ഈ കുന്നും മലം കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് അവിടേക്ക് എത്തും. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. അയ്യോ, എന്താടാ ഓംപ്ലേറ്റ് എവിടെ? അതാരാ മിസ്സിങ്? ആരാ? അവരുടെ ഇത് ഞങ്ങളുടെ ബാത്റൂം ടെൻ്റ് കേട്ടോ. അപ്പോൾ ഈ ടെൻറ്റിൽ അവരുടെ ആരോ കയറിയതാണ് അവർ പറഞ്ഞത്. പിടിച്ചിറക്കിയാലാ? വീഡിയോ ഓണാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഉത്തരവാദിത്വം റിയാസിനായതുകൊണ്ട് റിയാസ് അതിരാവിലെ എഴുന്നേറ്റു. ഞങ്ങൾ വിളിക്കേണ്ടേ വന്നില്ല. ഉത്തരവാദിത്വം അത് മനസ്സിലായി. സ്റ്റവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കുള്ള ചായ സെറ്റാക്കാണ്. ചായപ്പൊടി, അതുപോലെ തന്നെ ഇതോ പഞ്ചസാര. ഇത് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ട് അവന്റെ മൂട്ടിൽ ഒഴിക്കും. അവൻ എഴുന്നേറ്റില്ലേ? ഓരോട്ടെടുങ്ങി ക്യാമറയിട്ട് പോവാം. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവനെയാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. അതെ. എടാ എഴുന്നേക്കടാ. ഇതെന്തിനാടാ വീണ്ടടച്ചിട്ട് കൊടുത്തവന്? എഴുന്നേക്കടാ വേഗം എഴുന്നേക്കടാ. സമ്മതിക്കൂല. എഴുന്നേക്ക്, കാപ്പി ആയിന്ന്. എഴുന്നേക്ക്. എടാ എഴുന്നേക്കില്ല കേട്ടാ. വീണ്ടും തീയിട്ടു. കുഞ്ഞുകുഞ്ഞാ സൈഡൊന്നും വേണ്ട. സബോള. അപ്പോൾ ബ്രെഡ് ഉണ്ട്, എഗ്ഗ് ഓംലേറ്റ് വരും, കാപ്പി ഉണ്ട്, ചായ ഉണ്ട്, മാഗി ഉണ്ട്. ഇനി എന്ത്? കാപ്പി നീ ഉണ്ടാക്കാൻ പോണോ? ചായപ്പൊടി, ചായ. ഓക്കെ, ചായ. ഓക്കെ.
അതെ, ഇത് ഓട്ടിന്ന് വീണ്ടും ആരടിച്ച് മാറ്റി ക്ലാസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓട്ടി ക്ലാസ്. ഓക്കെ, നീ ഇട്ടോ, നല്ല കടുപ്പായിക്കോട്ടെ. ചായ, കട്ടൻ ചായ. ഇതേ മുന്നേ ചായക്ക് ഉണ്ടാക്കിട്ടോ നീ? കണ്ടോ, ഇവിടെ ഉണ്ടായിരുന്ന പിള്ളേരുകൾ ഫുള്ള് ടെൻ്റൊക്കെ അഴിച്ചെടുത്തിട്ട് ട്രക്കിങ്ങിലേക്ക് കയറി പോയിട്ടോ. കണ്ടോ, ഇവര് ട്രക്കിങ് പിള്ളേരായിരുന്നു ഗൈസ്. നോക്കി, ഒരു ട്രിപ്പ് കയറി, അടുത്ത ട്രിപ്പ് ഇവിടെ മടക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പിള്ളേര് അബീര ടൈമാകുന്നതുകൊണ്ട് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ഇതാണ്ടോ, നേരത്തെ എഴുന്നേറ്റ് പിള്ളേർക്ക് അത് കയറി പോണു. അടിപൊളി. ഇതേ ട്രക്കിങ് പിള്ളേരാട്ടോ. ഇവര് എവിടുന്ന വന്നേ നിങ്ങൾ ചോദിച്ചു നോക്കണ്ട, എന്താണ് സെറ്റപ്പ്. ഇവര് എവിടം വരെ കയറി പോകുന്നു നോക്കിയേ. ആവുമ്പോ അടിപൊളി കയറി പോണാണോ നോക്കിയേ. ഇവരുടെ ഒരു മല കയറി കഴിഞ്ഞു, ഇവ മലക്ക് ഞാൻ എപ്പോൾ കയറി പോകാനാ? എഴുന്നേറ്റ് പോടേ. അപ്പോൾ നമ്മൾ ചോദിച്ചു, അവർ ട്രക്കിങ്ങിന് വേണ്ടി വന്നവരാട്ടോ. അവരൊരു 15 കിലോമീറ്ററോളം ഈ മല കയറി നടക്കുന്നു. 15 കിലോമീറ്റർ നടക്കുന്ന ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നവരവർ. ഇന്നലെ രാത്രി നമ്മുടെ ഒപ്പം ഒരു ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ കുറച്ച് സ്കൂളിൽ നിന്ന് വന്ന ടീമുകളാണ്, സ്കൂൾ പിള്ളേരാണ് നിറച്ച്. അതാണ് നിറച്ച് ഞാൻ പറഞ്ഞില്ലേ, സ്കൂൾ വിട്ടവർ ടെൻ്റ് അടിച്ചു തന്നത്. അതുപോലെ സ്കൂളിൽ നിന്ന് വന്ന പിള്ളേർ തന്നെയാണ് 15 കിലോമീറ്ററോളം അവർ ട്രക്ക് ചെയ്ത് നടക്കുന്നത് പറയണേ, മല കയറിയിട്ട്. അപ്പോൾ ഒരു ട്രക്കിംഗ് സ്പോട്ട് കൂടിയാണ് ഇത് കേട്ടോ. നമ്മൾ സ്കൂൾ പിള്ളേരുടെ വിശേഷം ചോദിക്കുമ്പോഴേക്കും ഇത് ഇവിടെ മുട്ട കേട്ടോ. നോക്കിയേ, ഈ തണുപ്പത്തുണ്ടല്ലോ, ഈ ഊട്ടി പോയ സെറ്റപ്പാ. അടുത്തതാ ഇതൊക്കെ ഇടും ഞാൻ. നമ്മൾ ഊട്ടി പോയ സെറ്റപ്പ് അല്ലേ, തണുപ്പത്ത്. ഇവൻ ശരിക്കും ഒരു തമിഴ് ലുക്കായി. ഡേ അണ്ണാച്ചി ഇങ്ങ് വാടാ. ഊട്ടി പോയ സെറ്റപ്പ്, തണുപ്പത്ത് നല്ല ചൂട് ഓംപ്ലേറ്റ് ഒക്കെ അടിച്ച്. ഇവിടെ മാഗി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ അടുത്ത മുട്ടയ്ക്കുള്ള പ്രിപ്പറേഷൻ. ആ, എനിക്ക് ഡബിൾ അല്ല, ഫോറബിൾ വേണം എനിക്ക്. ഹൊറിബിളാ. ഉപ്പ്, നമക്ക്. ഓ ഡാ മതിറ. ജെറിനെ അത് നിനക്ക്, അത് നീ എടുത്തോ. അത് ഇപ്പെട്ടതാ അവൻ. പോണു ബൈക്ക്. എടാ ക്യാമറയും നോക്കി വരുമ്പോ അവര് പോയടാ, ഒരു ജാതി പോകാൻ പോയത്. നേരത്തെ വന്നതിന്റെ ബാക്കിയാട്ടോ ഇവൻ പതുക്കെ വരണത് ബൈക്കില്. പോട്ടെ ഇവരണ്ട നിന്നോട് ഇരണ്ട, ഇവന് ഇരിക്കാൻ പറ്റില്ല. ഇരിക്കുന്നിടത്ത് എന്താ പ്രശ്നമുണ്ട് ഇവന്. പോണു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നീങ്ങാനുള്ള പരിപാടികൾ കേട്ടോ. ടെൻറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു തുടങ്ങി. ബ്ലാങ്കറ്റ് എടാ ഫുള്ള് കഴിച്ചെടുക്കാണോ? അതെ, വരുന്നതിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ലേ നമുക്കിത് അഴിക്കാനായിട്ട്. അത് അഴിക്കാനായിട്ട് ഭയങ്കര പ്രശ്നം. ഓരോരുത്തർ സാധനങ്ങൾ വണ്ടിയിൽ കയറ്റി തുടങ്ങി കേട്ടോ. പക്ഷെ നമുക്ക് ഇനി മാഗി ഉണ്ടാക്കണം, കളിക്കും വേണം അല്ലേ. ഡിസ്ക് ത്രോ നമ്മുടെ കളി ബാക്കി വെച്ചിട്ടിരിക്കണം, അത് നമ്മൾ മുഴുവിപ്പിക്കണം. അത് മനസ്സിലായി, കാണിച്ചു തരാം. കളിക്കുമ്പോൾ കാണിച്ചു തരാം ആര് ജയിക്കുന്നത്. അല്ലല്ല, മറ്റേ കളി മുഴുവിപ്പിച്ചിട്ട് മതി. നിന്റെ ക്യാച്ച് കളി നിന്നെ തോൽപ്പിക്കണേ നീ. അവനെ ടിസ്റ്റ് തോൽക്കുന്ന് പറഞ്ഞപ്പോ അവൻ 3-ാം മുറ വേണ്ട. ഇവിടെ നമ്മള് മാഗിയിലേക്ക് കിടന്നു. മാഗി സെറ്റല്ലേ, മാഗി ഓപ്പണാക്കി സഹായിക്കാം. ഞാനിവിടെ പണിയെടുക്കില്ല എന്ന് നിങ്ങൾ ആരോ പറയുന്നുണ്ടല്ലോ. എന്നാ മാഗി ഞാൻ പറഞ്ഞ മാഗി ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കളി തുടങ്ങിയാ? എന്താടാ നിങ്ങളെന്തായാലും തോൽക്കടാ. പിന്നെ എന്താടാ വേണമെങ്കിൽ പിടിച്ച് കളിക്ക് 2 വട്ടം. എന്നിട്ട് ഞങ്ങളടുത്ത് മുട്ടാൻ പോയോ? അടിപൊളി. ജെറിനെ പറന്ന് മല കയറിക്കോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് എഗ്ഗ് പോയിട്ടുണ്ട്, കളി കഴിഞ്ഞ് വന്നിട്ട് അടിക്കാനായിട്ട്. ഉപ്പും കുരുമുളകിട്ട് അടിക്കാൻ. പോയി.
അപ്പോൾ ഡിസ്ക് ത്രോ നമ്മൾ അവസാനിപ്പിച്ചാണ്. ഇനി നമ്മൾ ബോള് ഏറും പന്ത് അങ്ങനെ ശരിക്കും നമ്മൾ ഇവിടുന്ന് പാക്കിംഗ് ആണല്ലേ? അല്ല വേസ്റ്റ് എടുത്തില്ലേ? ആടാ നമ്മളിവിടെ നമ്മൾ കഴിച്ചതിൻ്റെ വേസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ ക്ലിയർ ആക്കാനുണ്ടോ ഒരൊറ്റ സാധനം. അതെ, അതാണ് ക്യാമ്പ് ചെയ്ത് ഇട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഏരിയ ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായി വേസ്റ്റ് കവർ നേരെ വണ്ടിയിൽ കയറ്റുന്നു. ഏതെങ്കിലും വേസ്റ്റ് ബിന്ന് കാണുകയാണെങ്കിൽ അവിടെ കൊണ്ടിടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭയങ്കര വെയിലായിട്ടാ, ഭയങ്കര വെയിലായി. ഇപ്പോൾ സമയം 10 മണി 10:15. നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലം തീയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെങ്ങനെയാണോ ഇവിടെ എത്തിയത് അതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ പ്ലേസ്. ഈ മരത്തിൻ്റെ ചുവട്ടിൽ അവസാനം തണൽ തേടി ഈ മരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തി. ഈ മരത്തിൻ്റെ തണലാണ് ഇത്ര നേരം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി പോകണം. 2 മണിക്കൂർ 2.5 മണിക്കൂർ അബുദാബി. ഇനി അവിടെ എത്തണം. അപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് കുറച്ചും കണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ചായക്കട അന്വേഷിച്ചിറങ്ങിയത്. അപ്പോൾ ഒരു ചായക്കട ഇവിടെ കണ്ടു. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിറങ്ങാം. ചായ പറഞ്ഞാ എല്ലാവർക്കും ചായ. തിരിച്ചെത്തി. പക്ഷെ നിങ്ങൾ വേറെ വഴിക്ക് പോകില്ല, ദുബായ് വഴി നിൻ്റെ ഫ്രണ്ടിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് അബുദാബിക്ക്. അല്ല ചേട്ടനെ, ഡയറക്റ്റ് അബുദാബി. എല്ലാവർക്കും കറക്റ്റ്. നമ്മുടെ ചായക്കടയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നൈറ്റ് ആണെങ്കിൽ ലൈറ്റ് ഒക്കെ ഇട്ട് തന്നെ ആള് ആംബിയൻസിന് വേണ്ടിയിട്ട്. എവിടെ ഇരുന്നോ? ഇരിക്കുക, എല്ലാവരും ഇരിക്കേ. എന്താ പറ്റി, മോട്ടയുണ്ടോ? പക്ഷെ നല്ല രസമുണ്ട്. മോട്ടി നല്ല കാര്യങ്ങളാ, എല്ലാവരും ഇരിക്കണ സ്ഥലം തന്നെയല്ലേ. ഇരുന്നോ? എടാ ഇത് നമുക്ക് മെമ്മറി ആയിട്ട്, നീ ഏത് വയസ്സാകാലത്ത് വരെ യൂട്യൂബ് ഓപ്പൺ നിൽക്കുമ്പോ മിന്റ് കാർഡ്സ് ഓപ്പൺ ആക്കുമ്പോ നിന്നെ തിരുമോന്ത കാണും. ഏത് എന്തിനാടാ, എന്ത് ക്രൂവൽ മൈൻഡാണോ നിന്റെ? അങ്ങനെ പറ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. ഇല്ല, വീടെത്തണ വരെ ഓണാണ്. നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അവസാനിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പകുതി പേര് ദുബായിക്ക് പോകുന്നു, പകുതി പേര് അബുദാബിക്ക് പോകുന്നു. അപ്പോൾ അത് കാരണം ഇവിടെ നമ്മളൊരു എൻഡ് പോയിന്റ് ആയിട്ട് സെറ്റാണ്. നമ്മളെ ടീ ഒക്കെ കുടിച്ച് ഇവിടെ തിരിയാണ്. അല്ല കറക്റ്റ് സമയത്ത് ചായയും വന്നു, എല്ലാം വന്നു. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മന്ത് മുന്നേ പ്ലാൻ ചെയ്തിട്ട് ഓഫൊക്കെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടാണ് എല്ലാവർക്കും ഓഫ് കിട്ടിയത് കേട്ടോ. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുമിച്ച് ഓഫ് കിട്ടിയത് വരില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ അബീരെ പ്ലാൻ പ്രകാരം എല്ലാവരും ഓഫ് സെറ്റ് ചെയ്ത് ചായ നല്ല വാട്ട ചായ
അപ്പൊ അബി ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് നമ്മളെല്ലാരും ഓഫൊക്കെ സെറ്റ് ചെയ്ത് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആക്കിയത് അവനാട്ടോ എല്ലാവരും. ഈ മാസം ഓസ്ട്രേലിയ പോകുന്നതിന് മുന്നേ അപ്പൊ അവൻ ആനുവൽ ലീവ് എടുത്തിട്ട് അവനെ എവിടേക്കോ തണ്ടാൻ പോകുന്നുണ്ട്. അപ്പൊ ആ വഴിക്ക് പോട്ടെ. എന്തായാലും നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ ഗ്യാദർ ചെയ്യണം. ഒന്നും കൂടിയും ഇതൊരു പ്ലാൻ ഇത് നമ്മുടെ സക്സസ് ആയിട്ടുണ്ട് എല്ലാം കൂടി. അപ്പൊ ഒന്നുകൂടിയും ഒരു സെറ്റപ്പിൽ വീണ്ടും വേറൊരു സ്ഥലത്ത് നമ്മള് വീണ്ടും സന്ധിക്കും വരയ്ക്കും. ബായ് ബായ്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പറയണം. അപ്പോൾ ഗൈസ് ഇത്രയ്ക്കുള്ളൂ ഗൈസ് നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ചായ കുടിച്ച് ഇവിടുന്ന് പിരിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്ത് പോരിക്കുക. ബൈ.